Wow. What is this? Mm. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനർജി ബോൾസ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന എനർജി ബോൾസ്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗൾ ഹേസൽ നട്ട്സ് ആണ്. പിന്നെ ഞാൻ കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും റോസ്റ്റഡ് അല്ല, അപ്പോൾ ഞാനത് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. റോസ്റ്റ് ചെയ്തത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ അതിന് സോൾട്ട് ഇല്ലാണ്ട് നോക്കണം. സോൾട്ടഡ് അല്ലാണ്ട് റോസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാം. അപ്പോൾ ഹേസൽ നട്ട് ഞാൻ ജസ്റ്റ് റോസ്റ്റ് ചെയ്യുകയാണ്. ഹേസൽ നട്ടിൻ്റെ ഈ സ്കിന്ന് കളയണം. നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുക്കുന്ന പോലെ വറുത്തിട്ട് നമ്മളതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയണം. അപ്പോൾ ഹേസൽ നട്ട് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒന്ന് റോസ്റ്റഡ് ആകുമ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ സ്കിന്ന് ഇങ്ങനെ പീലായിട്ട് പോകും. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചേക്കാണ്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. നമുക്ക് ആൽമണ്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്, അങ്ങനെ കാഷ്നട്ട്, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. റോസ്റ്റ് ചെയ്യണം, അതുപോലെ അടിച്ചെടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഹേസൽ നട്ട് ഇതുപോലെ സ്കിന്നൊന്ന് കളയാണ്. അപ്പോൾ നല്ലൊരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നൊക്കെ കുറേ പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട്സൊക്കെ കൂടിയിട്ട് പൊടിച്ചെടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന കുറച്ച് ഫിഗും പിന്നെ കുറച്ച് ഡേറ്റ്സും ആണ്. എൻ്റെ മോൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ എനർജി ബോൾസ് ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പം ഞാൻ ഈ ഡേറ്റ്സും ഫിഗും കൂടിയിട്ട് നല്ലപോലെ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ തന്നെ ആൽമണ്ടും ഹേസൽ നട്ടും കൂടിയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചെറുതാക്കി അരിഞ്ഞ് നല്ലോണം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡേറ്റ്സും അത്തിപ്പഴം കൂടിയിട്ട് ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്കൊന്നും തീരെ ഇഷ്ടമില്ല. അപ്പോൾ എങ്ങാനത് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കഴിക്കില്ല. പിന്നെ ഞാൻ സൈഡിൽ കുറച്ച് സീസിം സീഡ്സ്, അതായത് വെള്ള എള്ള്, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാനങ്ങനെ ഒരു പാത്രത്തിലാക്കിയാണ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറാണ്, കൊക്കോ പൗഡർ. അപ്പോൾ ഷുഗർ ഇല്ലാത്തതാണ്, പ്ലെയിനായിട്ട് വിത്തൗട്ട് ഷുഗറാണത്. അപ്പോൾ കൊക്കോ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്പൂണാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള എനർജി ബോൾസ് ഒരുപാട് നല്ലതാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്പോർട്സ് അതുപോലെ ഒക്കെ ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ എനർജി കിട്ടാനും. പിന്നെ എല്ലാം ചെല്ലുമല്ലോ, നട്ട്സ് ആണെങ്കിലും ഇതുപോലെ ഡേറ്റ്സ് ആണെങ്കിലും. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഈ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ആയ കാരണം ഇഷ്ടമാവും ചെയ്യും, കഴിച്ചോളും. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒരു ചെറിയ സ്പൂൺ മതി. ഒരു ചെറിയ സ്പൂണിൽ ഞാനൊരു കുറച്ച് വാനില എസൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ കോക്കനട്ട് ഓയിൽ 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ആഡ് ചെയ്തു. ഇനി നല്ല പോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോൾസായിട്ട് ഉണ്ടാക്കണം. എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനും നട്ട്സ് കഴിക്കാനും തീരെ താല്പര്യമില്ല. ആ കൂടിയിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ചോക്ലേറ്റ്, എൻ്റെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. അതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു, ആൾ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫൈനലി ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡേറ്റ്സിലും അത്തിപ്പഴത്തിലൊക്കെ കുറച്ച് ഷുഗറുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഞാനൊരു 4 സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജാഗരി, നല്ല ശർക്കര പൊടിയാണെങ്കിലും അതും ഡയറക്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ്സും ഇതൊക്കെ കൂടിയിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടണമല്ലോ. അപ്പോൾ അത് കാരണം നല്ല പോലെ
നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോളാക്കിയിട്ട് ഇങ്ങനെ ബോളാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോളാക്കി ഞാൻ ബോളാക്കിയതിന് ശേഷം ഞാൻ ലാസ്റ്റ് നമ്മൾ ഇവിടെ സീസിയം സീഡ്സ് ഓൾറെഡി ഞാൻ കുറച്ചൊരു പാത്രത്തിലൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബോളാക്കുന്നുണ്ട്. അപ്പോൾ അത് പിടിക്കുകയും ചെയ്യും, കാണാനൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ബോള് ഉണ്ടാക്കും, ചോക്ലേറ്റിൻ്റെ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ കുറച്ച് കോക്കനട്ടും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിരിക്കും നല്ലത്. അതിന് കുറച്ച് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുത്തു വിടാം. അതുപോലെ പ്രത്യേകിച്ച് വല്ല സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്സ് ഡേ ഉണ്ട്, അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി എനർജി ആവശ്യമാണല്ലോ. അപ്പോൾ ക്ഷീണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് അവർക്ക് കൊടുത്തു വിടാനും, നമുക്ക് മുതിർന്നവർക്ക് കഴിക്കാനും ഡയറ്റൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ എടുത്ത് കഴിക്കാം. പക്ഷേ കുറേ കഴിക്കരുത്. കുറേ കഴിച്ചിട്ട് പിന്നെ ഡയറ്റാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Sweet. Sweet നല്ലതായി.